നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആന്റി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അതെ മോളെ. എന്തായി? അവളുടെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. സംഗതി ഏറ്റോ? അതെ ആന്റി, മുഹൂർത്തം കുറിച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞു. നന്നായി. അല്ലെങ്കിൽ ചിലപ്പോ അവൾക്ക് സംശയം വന്നാലോ? ഭാവന ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവള് ചോദിച്ചോ? അതെ ആന്റി. മാത്രമല്ല അവള് ചോദിക്കാ ഇപ്പൊ ഇങ്ങനൊരു കല്യാണം നടത്തുന്ന എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു താലി ഭാഗ്യം വരുമ്പോഴേ ഉള്ളൂന്ന്. അപ്പ എന്തു പറഞ്ഞു? സൂര്യ ഒരിക്കൽ താലി കിട്ടിയതല്ലേന്ന്. ഓ, അപ്പോ മനസ്സ് മാറി തുടങ്ങിയല്ലേ? അതെ ആന്റി. ഇനി ഏത് നിമിഷവും അവൾ ഇവിടുന്ന് പോകാനേ നോക്കൂ. അവിടെയാ പ്രശ്നം മോളെ. സൂര്യ അവളോട് കാരണം ചോദിക്കില്ലേ? അതുകൊണ്ട് അതിനുള്ള കാരണം കൂടി നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെ? എന്തായാലും മുഖത്ത് ചായം തേച്ചു പോയില്ലേ, ഇനി അഭിനയിക്കേ നിവൃത്തിയുള്ളൂ. ഭാവനയുടെ യഥാർത്ഥ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഈ വിപത്തിൽ നിന്നും സൂര്യയെ രക്ഷിക്കാനേ അവള് നോക്കൂ. അതിനുവേണ്ടി അവൾ എന്ത് ചെയ്യാനും തയ്യാറാവും. നമുക്കത് മതിയല്ലോ ആന്റി. തുമ്പിയെ കൊണ്ട് തന്നെ കല്ലെടുപ്പിക്കുന്നതല്ലേ ബുദ്ധി. അപ്പോ നിനക്കും ബുദ്ധിയുണ്ടല്ലേ? അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജോത്സ്യം പറഞ്ഞൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്ന അച്ഛാ. എന്നോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം സൂര്യക്ക് ഒരിക്കലും പാടില്ല അച്ഛാ. അങ്ങനെ സംഭവിച്ച സൂര്യയുടെ ജീവന് തന്നെ അത് ആപത്താ. ഇത്രയൊക്കെ ജോത്സ്യം പറഞ്ഞിട്ടും ആന്റി എൻ്റെ സൂര്യയുടെയും കല്യാണം നടത്തണമെന്നുള്ള ആഗ്രഹത്തില. പക്ഷെ ഞാൻ എന്താ വേണ്ടെന്ന് അറിയില്ലല്ലോ അച്ഛാ. സൂര്യയോട് ഈ കാര്യം പറഞ്ഞ ഒരിക്കലും സൂര്യ ഇതൊന്നും വിശ്വസിക്കില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും എന്നെ അവൻ നഷ്ടപ്പെടുത്തില്ല, എനിക്കത് ഉറപ്പാ. എല്ലാത്തിനും ഉചിതമായൊരു വഴി കണ്ടെത്താൻ എനിക്ക് ധൈര്യം തരണേ അച്ഛാ. ഭാവന, സൂര്യ എപ്പോഴാ വന്നേ? ഞാൻ ദേ വന്നതേ ഉള്ളൂ. തന്നെ മോന്ത വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല സൂര്യ, സൂര്യക്ക് തോന്നാവും. ഞാൻ ആദ്യമായിട്ടല്ലേ തന്നെ കാണുന്നത്. നോക്ക്, നമ്മുടെ കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിച്ചതിന്റെ സന്തോഷമെങ്കിലും തന്റെ മുഖത്തൊന്ന് തെളിയട്ടെ ഭാവന. സൂര്യ അറിഞ്ഞു അത്? അത് ശരി. കല്യാണ ചെക്കപ്പിനെ അറിയാതിരിക്കൂ? അപ്പൊ തന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. 2 ദിവസം മുമ്പ് ജോത്സ്യം കുറിച്ച് എന്നും പറഞ്ഞു. അതിലേതാ വേണ്ടതെന്ന് എല്ലാരും കൂടി തീരുമാനിച്ച് ഉറപ്പിക്കാം. എനിക്കറിയാൻ തനിക്കിപ്പോഴും ആഡംബര വിവാഹത്തിനൊന്നും താല്പര്യമില്ലാന്ന്. ഈശ്വര, സൂര്യ അറിയുന്നില്ലല്ലോ എന്റെ മാനസികാവസ്ഥ. നീ എപ്പോ വന്നു? വന്നേ ഉള്ളൂ അമ്മേ. താഴെ ആരെയും കണ്ടില്ലേ? മാനസ എവിടെ പോയി? ഹാളിൽ ഉണ്ടായിരുന്നല്ലോ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്താ ഭാവന, മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത? മുഹൂർത്തം കുറിച്ച കാര്യം മാനസ പറഞ്ഞില്ലേ? പറഞ്ഞു ആന്റി. ഞങ്ങളും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. 2 മുഹൂർത്തങ്ങളും നല്ലതാ. മിക്കവാറും 2ാമത്തെ മുഹൂർത്തം തന്നെ നമുക്ക് നോക്കേണ്ടി വരും. നിങ്ങളും കൂടി ആലോചിക്കും. പിന്നെ ചെറിയ ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അതിന് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഈശ്വരന്റെ മുൻപിൽ നിങ്ങൾ എന്നേയും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു. പിന്നെ ഈ കല്യാണം അതൊരു ചടങ്ങായി മാത്രം കണ്ടാൽ മതി. ആന്റി എല്ലാം ഉള്ളിൽ ഒതുക്കുന്നത് സൂര്യ എന്നെ താലി കിട്ടിയതുകൊണ്ടാവും. പാവം, ആന്റിയുടെ മനസ്സും എന്തെയാണോന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ടാവും. ഭാവന, എന്തോറ്റി? നീ ഇവിടെയെങ്ങും അല്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല ആന്റി, ഞാനിങ്ങനെ വെറുതെ ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരുന്നതാ. ഭാവനയ്ക്ക് ഇപ്പോഴും ഇങ്ങനൊരു കല്യാണം നടത്താൻ ആഗ്രഹമില്ലമ്മേ. വിവാഹ രജിസ്റ്റർ മാത്രം പോരെന്ന അഭിപ്രായം. അതൊക്കെ എനിക്ക് വിട്ടു തന്നേക്ക്. ഈ ആന്റിക്കും ചില ആഗ്രഹങ്ങൾ കാണുമല്ലോ. അറിവില്ലായ്മ കൊണ്ടും പണത്തിന്റെ ഹുങ്കുകൊണ്ടും എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. അതൊക്കെ എനിക്ക് തിരുത്തണം. ഇനി എനിക്ക് വലുത് നിങ്ങൾ രണ്ടുപേരും തന്നെയാ. അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ ഫുൾ കാര്യങ്ങളും ഞാൻ ഇങ്ങ് ഏറ്റെടുത്തിരിക്കുക.
മോളുടെ വിശ്വാസവും ഈശ്വരനുമെല്ലാം അച്ഛനാണെന്നറിയാം. അതുകൊണ്ട് അച്ഛനോട് മനമുരുകി തന്നെ പ്രാർത്ഥിക്കണം, എല്ലാം നല്ല രീതിയിൽ നടക്കാൻ. ഇവൾക്ക് എപ്പോഴും അച്ഛന്റെ ചിന്ത മാത്രമേ ഉള്ളമ്മേ. സത്യം പറഞ്ഞാൽ ഞാൻ പോലും പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്. എടാ, അത്രയും സ്നേഹത്തോടെ അല്ലേടാ ഭാവനയെ അച്ഛൻ നോക്കിയത്. ശരീരം മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. ഇപ്പോഴും ആ ആത്മാവ് ഭാവനയുടെ ഒപ്പം ഉണ്ട്. ദേവേട്ടനായാലും ഭാവനയുടെ അച്ഛനായാലും മക്കളെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വിധി അത് നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ. ഇനി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രധാനമായും ചില വഴിപാടുകൾ. ഭാവന ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ കൂടെ കൊണ്ടുപോവായിരുന്നു. സാരമില്ല, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. അമ്മ പറഞ്ഞാ മതി, ഞാൻ ഭാവനയെ കൊണ്ടുവരാം. അത് വേണ്ടടാ, റൂറൽ ഏരിയയിലൊക്കെ പോണം. വെറുതെ ഭാവനയെ കഷ്ടപ്പെടുത്തണ്ട, ഞാൻ ചെയ്തോളാം. ആ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ താഴെ ഉണ്ടാവും. തന്റെ മനസ്സിലിപ്പോ എന്താന്ന് ഞാൻ പറയട്ടെ. എന്റെ അമ്മയാണോ ഇത്രയും നേരം സംസാരിച്ചെന്നല്ലേ? അതെ സൂര്യ, ഒരു വ്യക്തി എത്ര പെട്ടെന്ന് മാറുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ശരിക്കും എനിക്ക് ആ പഴയ ആന്റിയാ ഇപ്പൊ കാണാൻ സാധിച്ചത്. ഇത്രയും നാളും അമ്മ ഏതോ സ്വപ്ന ലോകത്തായിരുന്നു. സ്വന്തം ചിന്തകളും പ്രവൃത്തികളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരികെ വന്നു. അത്രയേ ഉള്ളൂ. ഒരാൾക്ക് മാറാൻ അത്ര വലിയ നേരമൊന്നും വേണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ എന്റെ അമ്മ. അമ്മ എപ്പോഴും പറയുമായിരുന്നു, കുഞ്ഞുനാളില് ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് രണ്ടാൾക്കും ആഹാരം വാരി തരുന്ന ആന്റിയെ കുറിച്ച്. ആ ആന്റിയെ തിരിച്ചു കിട്ടാൻ അമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലേ? താൻ നോക്കിക്കോ, നമ്മുടെ ജീവിതം ഇനി സ്വർഗ തുല്യമായിരിക്കും. താനും കൂടി ഒന്ന് ഈ വീൽ ചെയറിൽ നിന്ന് എണീറ്റാലേ പിന്നെ നമ്മൾ അടിച്ച് പൊളിക്കും. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറെ യാത്ര പോണം, അമ്പലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അങ്ങനെ പലതും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് അധികം സന്തോഷിക്കാൻ പറ്റാത്ത എന്താണെന്നൊക്കെ എനിക്കറിയാം. താനിനി വീൽ ചെയറിൽ നിന്ന് എണീക്കില്ല എന്നുള്ള സംശയമല്ലേ? എണീക്കും ഭാവന. സംഭവിച്ചതൊരു വിപത്തായിരുന്നെങ്കിലും വിഷുദിനത്തിൽ താൻ എണീറ്റ് നിന്നില്ലേ? അതൊരു പോസിറ്റീവായിരുന്നു. അതുപോലൊരു ദിവസം താൻ ഈ വീൽ ചെയറിൽ നിന്ന് എണീക്കും. അതിനി അധികം നാളൊന്നും വേണ്ട. എന്റെയും പ്രാർത്ഥന അത് തന്നെയാ സൂര്യ. എന്നിട്ട് വേണം ഞാൻ സൂര്യക്ക് വേണ്ടി നേർന്നിട്ടുള്ള ചില വഴിപാടുകളൊക്കെ ചെയ്യാൻ. എല്ലാത്തിനും തന്നോടൊപ്പം ഞാനുണ്ടാവും. താൻ ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാരും നമുക്കൊപ്പം തന്നെ ഉണ്ട്. അതെ മോനെ, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ സന്തോഷിക്കേ. സമയമാവുമ്പോ എല്ലാത്തിനും ഒരു പര്യവസാനം ഈ അമ്മ തന്നെ ഉണ്ടാക്കും. കേട്ടിട്ടില്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന രീതി? അതായിരിക്കും ഈ അമ്മ. ദേഷ്യവും വാശിയും കൊണ്ട് നേടാൻ പറ്റാത്തത് സ്നേഹം കൊണ്ട് ഞാൻ നേടും. അരുന്ധതി, നിന്റെ കല്യാണ ലെറ്ററാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലോ പറയണം. എന്താടാ, ലെറ്റർ കിട്ടിയോ? ഇല്ലമ്മേ, ഇത് പ്രൂഫാ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റോ ഉണ്ടെങ്കിൽ പറയണം. എന്നിട്ട് പ്രിന്റിന് അയക്കണം. അല്ല, ഇതിലിപ്പോ ഒരു കറക്ഷൻസും ഇല്ലല്ലോ. എന്നാ പിന്നെ പ്രിന്റ് അടിക്കാൻ പറയാല്ലേ?